പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ലോകരെ പഠിപ്പിക്കുകയാണ്. നരകാവകാശികളാകുന്ന ആളുകൾ അവർ കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയുമ്പോ സഖർ എന്ന് പറയുന്ന നരകത്തിലേക്ക് മലക്കുകൾ അവരെ പ്രവേശിക്കുമ്പോ ആ നരകത്തിൽ കിടന്ന് പ്രയാസപ്പെടുന്ന ആളുകളെ കണ്ടുകൊണ്ട് സ്വർഗാവകാശികളാകുന്ന ആളുകൾ ചോദിക്കുമത്രേ, മാ സലകകും ഫീ സഖർ, ഈ കത്തിച്ചൊലിക്കുന്ന സഖർ എന്ന് പറയുന്ന നരകത്തിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് പ്രവേശിച്ചത്? എന്ത് കാരണത്താലാണ് പ്രവേശിച്ചത്? എന്തുകൊണ്ടാണ് ഈ നരകം നിങ്ങൾക്ക് നിർബന്ധമായത്? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. അവർ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കാതെ കളിച്ചും രസിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് നടന്നവരാണ്, രസിച്ചവരാണ്. ലം നകു മിനൽ മുസല്ലീൻ. നമസ്കരിക്കാത്തതാകുന്ന മുസ്ലിമേ, മുസ്ലിമത്തെ, ഈ സിയാറത്ത് നിനക്ക് ഫലം ചെയ്യണമെങ്കിൽ നിസ്കാരം നിർബന്ധമാണ്, നിർബന്ധമാണ്. സിയാറത്തു സുന്നത്താണ്, സുന്നത്താണ്. നിസ്കാരം ഫർളാണ് കേട്ടോ. നമസ്കാരം ഒഴിവാക്കിക്കൊണ്ട് ഒരു സിയാറത്തും സത്യവിശ്വാസിക്ക് ഭൂഷണമല്ല. അത് ആഖിറം നഷ്ടമാണ്, നഷ്ടമാണ്. എവിടെ മഗ്രിബ്, എവിടെ ഇശാ, എവിടെ ളുഹർ, എവിടെ അസർ? നമസ്കാരത്തെ കളഞ്ഞിട്ട് ഏത് മഖാമിലേക്ക് നീ പോയാലും മദീനയിൽ കിടക്കുന്നതായ ഹബീബായ റസൂലുള്ളാഹി അഹ്മദ് മുജ്തബ ഷഫീഉൽ വറാ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചകരുടെ ചാരത്ത് പോയി നീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സിയാറത്ത് നടത്തിയാലും പെങ്ങളെ, ചെറുപ്പക്കാരാ, നമസ്കാരമില്ലാത്തതാകുന്ന സിയാറത്താണോ? അത് പാഴാണ്, പാഴാണ്. അത് വെറുതെയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിസ്കാരമാണ് മെയിൻ. അത് 5 വഖത്ത് ജമാഅത്തായി പുരുഷന്മാർ നിർവഹിക്കണം. സ്ത്രീകൾ അവ്വൽ വഖത്തിൽ നമസ്കരിക്കണം. സഖർ എന്ന് പറയുന്ന നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെ മലക്കുകൾ മുഖേന, സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ മുഖേന വലിച്ചെറിയാൻ. അവരോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെ ഈ നരകത്തിൽ കടന്നു? ധാരാളം നരകമുണ്ട്. ഹാവിയ നരകത്തിന്റെ ഒരു പേരാണ്. ഹുത്തമ മറ്റൊരു നരകമാണ്. ജഹീം മറ്റൊരു നരകമാണ്. ജഹന്നമ് മറ്റൊരു നരകമാണ്. ഇതേപോലെ ഒരു നരകമാണ് ലളാ, മറ്റൊരു നരകമാണ്. അതുപോലൊരു നരകമാണ് സഖർ. ഈ സഖർ എന്ന് പറയുന്ന നരകത്തിൽ ആരെയാണ് പ്രവേശിക്കുക? പ്രവേശിക്കപ്പെടുന്നവരോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെ ഇതിൽ കടന്നു? എന്താണ് ഈ നരകത്തിൽ നിങ്ങൾ കടക്കാനുള്ള കാരണം? മാ സലകകും ഫീ സഖർ, ഈ സഖർ എന്ന് പറയുന്ന നരകത്തിലേക്ക് നിങ്ങൾ എങ്ങനെ കടന്നു? അപ്പൊ അവര് പറയുന്ന മറുപടിയാണ്, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. ഒരു വഖത്ത് പോലും നമസ്കാരം ഞങ്ങൾ നിർവഹിച്ചിട്ടില്ല. മുസ്ലിമേ, കേൾക്കണേ, പഠിക്കണേ. നിസ്കാരമില്ലാതെ സിയാറത്ത് എന്ന പേരിൽ മാത്രം ഉലകം ചുറ്റിക്കൊണ്ട് നടക്കുന്നതായ ഉമ്മമാരുണ്ടോ? ഈ ഒരൊറ്റ രാത്രി കൊണ്ട് നിർത്തിക്കോ. നിസ്കാരം നിർബന്ധമാണ്, നിർബന്ധമാണ്. ലം നകു മിനൽ മുസല്ലീൻ. ഞങ്ങൾ ഈ സഖർ എന്ന് പറയുന്ന നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണം ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ സാധുക്കൾക്ക് ഭക്ഷണം നൽകിയിരുന്നവരായിരുന്നില്ല. അൽഹംദുലില്ലാഹ്. ഭീമാപ്പള്ളിയുടെ പരിസരത്ത് വന്നു ചേർന്നിട്ടുള്ളതായ ആയിരക്കണക്കിന് വിശ്വാസിനികൾക്ക് സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ, വാട്സാപ്പ് കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ എത്രയെത്ര ദിവസങ്ങളായിട്ടാണ് ഈ നാട്ടിലുള്ള വിവിധ സംഘടനകൾ ഭക്ഷണം നൽകിയത്. അൽഹംദുലില്ലാഹ്. ആരാണ് ഇവർക്ക് പ്രചോദനം കൊടുത്തത്?
പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ ആത്മീയ ചൈതന്യവുമായി ഹിജറ 800 കാലഘട്ടത്തിൽ പ്രവാചകന്റേതാകുന്ന സ്വപ്ന നിർദ്ദേശ പ്രകാരം പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ നിന്ന് നമ്മുടെ നാടിന് ആത്മീയ തിലക ചാർത്തായി അള്ളാഹു എത്തിച്ചതായ ബീമാ ഉമ്മ റളിയല്ലാഹു അൻഹാ. ആ മഹദിയവരുടെ പൊരുത്തമല്ലേ, അവരുടെ പ്രിയപ്പെട്ട മകൻ്റെതാകുന്ന മദതല്ലേ, കാവലല്ലേ ഈ നാടിനെ അള്ളാഹു സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. പാവപ്പെട്ടവന്റെ കണ്ണീരപ്പാൻ ഇന്ന് ഭീമാപള്ളിയിലുള്ള നാട്ടുകാര് തയ്യാറാണ്. വിധവകൾ കത്താണിയാകാൻ തയ്യാറാണ്. സാധുക്കളെ സഹായിക്കാൻ തയ്യാറാണ്. പട്ടിണി കിടക്കുന്നവന്റെ വിശപ്പ് മാറ്റാൻ പരിപൂർണമായി തയ്യാറുള്ള സംഘടനകൾ ധാരാളമാണ്. ആയിരക്കണക്കിന് വിശ്വാസിനികൾ ഭീമാപള്ളി ഉറൂസോടനുബന്ധിച്ചുകൊണ്ട് ഈ പള്ളിയുടെ പരിസരങ്ങൾ വന്നതായ സാധുജനങ്ങൾ, അതിൽ വിശ്വാസികളെന്ന് മാത്രമല്ല അവിശ്വാസികളായ ആളുകളെ വരെ പരിഗണിക്കുകയല്ലേ. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസുന്നത്ത് പരിപൂർണമായി ജീവിതത്തിലേക്ക് കൊണ്ടുവരികയല്ലേ. നാളെ ആഖിറത്തിൽ ഉന്നതമായ പ്രതിഫലമാ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. ആരെല്ലാം ആ കൂട്ടരെ സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പിന്തുണച്ചതായ മുഅ്മിനീങ്ങളുണ്ടോ അവരുടെ സദഖകളെ പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാഹ്. സ്വീകരിക്കട്ടെ. ഇന്നും കൊടുത്തല്ലോ. ഇന്ന് നമ്മുടെ സാംസ്കാരിക സമിതിയുടെ പ്രവർത്തകർ ഇന്ന് ഉച്ചയ്ക്ക് കൊടുത്തു. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടുകൾ വാട്സാപ്പ് കൂട്ടായ്മയുടെ പ്രവർത്തകർ മിനിഞ്ഞാന്ന് കൊടുത്തു. ഇതുപോലെ ഓരോ ദിവസങ്ങളിലായി മിക്ക ദിവസങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഒരാൾ വിശന്ന് വലഞ്ഞ ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ട് കൈ നീട്ടിയാൽ ഇന്ന് വരെ ഈ ജമാഅത്തിൽപ്പെട്ടവരോ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള വിശ്വാസികളോ ഇന്ന് വരെ തടഞ്ഞിട്ടില്ല. അവർക്ക് കൊണ്ട് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. ഇത് ദീനിന്റെ സംസ്കാരമാണ്. അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. എന്നാൽ ഇതില്ലാത്തതാകുന്ന ഒരു തലമുറ, അല്ലാഹു ആ തലമുറയെ തൊട്ട് നമ്മളെ കാക്കുമാറാവട്ടെ. സമ്പത്ത് ഇഷ്ടം പോലെയുണ്ട്. അവന് സിനിമ കാണാനുള്ള ടിക്കറ്റിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. കാശിഷ്ടം പോലെയുണ്ട്. അവൻ എവിടെയെങ്കിലും പോകണം, പന്ത് കളിക്കണം, ടറഫിൽ പോയി അതിനുവേണ്ടി ചെലവഴിക്കാനുള്ളതാകുന്ന പൈസയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കാൻ. ഒരാൾക്കും 5 പൈസ കൊടുക്കൂല. ഒരാൾ പട്ടിണിയാന്ന് പറഞ്ഞാലും അവൻ കൊടുക്കൂല. കാരണം അവന് സിഗരറ്റ് വാങ്ങാൻ വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനത്തതാകുന്ന ഒരു സമൂഹം ഈ ലോകത്തുണ്ടാകും. അതാണ് ഖുർആൻ പറഞ്ഞത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമുക്കൊരു പക്ഷേ അങ്ങനെയുള്ള സമൂഹത്തെ പരിചയമുണ്ടാവൂല. പക്ഷെ അങ്ങനെയുള്ള ഒരു തലമുറ ഈ ദുനിയാവിലുണ്ടാകും. നാളെ മഹ്ശറയിൽ അവർ സഖർ എന്ന് പറയുന്ന നരകത്തിൽ കിടക്കും. ആളുകൾ വന്ന് ചോദിക്കും, എന്തേ നിങ്ങൾ ഇതിൽ കിടക്കുന്നത്? അപ്പൊ അവൾ പറയും, ഞങ്ങൾ നമസ്കരിച്ചില്ല, മാത്രമല്ല വലം നകുനു തുഇമുൽ മിസ്കീൻ, ഒരു പാവപ്പെട്ടവനും ഞങ്ങൾ വിശപ്പ് വന്നതാകുന്ന വ്യക്തിക്ക് ഒരാൾക്കും ഞങ്ങൾ ഭക്ഷണം കൊടുത്തില്ല. ഞങ്ങളുടെ മുന്നിൽ വന്ന് യാചിച്ചിരുന്നു, എല്ലാം കഴിക്കാൻ തരുമെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല. അപ്പൊ അങ്ങനെ ആരെങ്കിലും നമ്മുടെ മുന്നിൽ വന്ന് യാചിച്ചാൽ ഭക്ഷണത്തിനാണോ പൈസ കൊടുക്കണ്ട? പൈസ കൊടുത്താൽ പതുക്കെ അപ്പുറത്തോട്ട് വേണ്ടി സാധനം വേറെ അടിക്കും. ക്വാർട്ടർ അങ്ങനത്തെ ടീമുണ്ട്. അല്ലാഹു നമ്മളെ കാക്കണം. അല്ലെ, അങ്ങനെ ഉണ്ടല്ലോ. ചില ആളുകൾ പൈസ കൊടുക്കാണ്, വിശക്കുന്നു എന്ന് പറഞ്ഞ ഇങ്ങനെ നിൽക്കുന്നു. അന്ന് ഇപ്പൊ കാണുമ്പോ തന്നെ നമുക്കറിയാം ഏകദേശം തീരുമാനമാവുന്നു പൈസ കൊണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറയും? വാ എന്നാ വിളിച്ചോണ്ട് വരാം, നമുക്ക് ഹോട്ടലിലോട്ട് പോവാം. ഹോട്ടലിൽ പോകുന്നില്ല, പൈസ തരും. പൈസയാണ്. കാരണം ഇത് സാധനം വാങ്ങിച്ചിട്ട് ക്വാർട്ടർ അടിച്ചിട്ട് എവിടെയെങ്കിലും സൈഡ് ആവണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനത്തെ ടീമുകളുണ്ട്. അത് വേണ്ട. അവര് കള്ളു കുടിക്കുമെന്ന് കണ്ടാൽ പിന്നെ നമ്മൾ നയാ പൈസ കൊടുക്കരുത്. അത് നമ്മളെ ഹറാമിന്മേൽ സഹായിക്കാൻ. ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. ഒരാൾ നമ്മളോട് യാചനയ്ക്ക് വേണ്ടി കൈ നീട്ടി, വാ യാ അല്ലാഹ് കൊണ്ടുപോവാ. അയാളെ വിളിച്ചിട്ട് കൊണ്ടുപോയിട്ട് അയാൾ കള്ളു കുടിക്കുമെന്ന് നമുക്ക് ഉറപ്പായാൽ, രോഗിയാണ്, അയാൾക്ക് എന്തെങ്കിലും മരുന്ന് വേണോ, കടയിലേക്ക് കൊണ്ടുപോവുക, മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടുപോവുക, ആവശ്യമാകുന്ന മരുന്ന് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക. ചിലർ വലിയ ചീട്ട് കൊണ്ടുപോകും, 83-ലെയാണ്, എന്നിട്ട് അതിനകത്ത് ഒപ്പ് മാറ്റി ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. തീയതി മാറ്റി ആ ഭാഗം മുഴുവൻ ഏകദേശം തീരുമാനമായി. എപ്പോഴും പിരിവ് തന്നെ ദായിം. അങ്ങനത്തെ ചില ആളുകളുണ്ട്, നിത്യമായി പിരിവാണ്, പിരിവ് നിൽക്കൂല. അപ്പൊ അങ്ങനെയുള്ള തരികിടയുള്ള ആളുകളെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നിർബന്ധമായും അത്തരക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് കരുതണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അവര് രോഗികളാണ്, രോഗമുണ്ടെന്ന് മനസ്സിലായാൽ അവരുടെ പേരും ലിസ്റ്ററിയൊക്കെ ഉണ്ടെങ്കിൽ കടയെ കൊണ്ടുപോയിട്ട് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക. മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം ആവശ്യമുള്ളവർക്ക് അത് കറക്റ്റായിട്ട് വാങ്ങിച്ചു കൊടുക്കുക. വീട്ടിലേക്ക് ഭക്ഷണ സാധനങ്ങൾ വേണോ അത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക. അല്ലാതെ എന്ത് ചെയ്യരുത്? പൈസ ഇട്ട് കൊടുക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇവന് സാധനം അടിക്കുന്നത് കണ്ടാൽ നിർബന്ധമായിട്ട് നമ്മളത് ഒഴിവാക്കണം.
ഇതൊന്നും കൊടുക്കൂല. സാധുക്കളായ ആളുകളാണെന്ന് മനസ്സിലായി. നമ്മുടെ അയൽവക്കത്തുള്ള ആളുകൾ പട്ടിണിയാൻ, മാസങ്ങളായി ദിവസങ്ങളായി പട്ടിണിയാൻ. പല ആളുകളും അവിടെ കൊണ്ടുവന്ന് കിറ്റ് വിതരണം നടത്തുന്നുണ്ട്. പക്ഷെ അവരെ ആരെയും പരിഗണിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, നാളെ ഇവനെ സക്കർ എന്ന് പറയുന്ന നരകത്തിലിട്ടുകൊണ്ട് ശിക്ഷിക്കുമ്പോ ആളുകളൊന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ വിളിച്ചു പറയും, വലം നകുനു തുഇമുൽ മുസ്കീൻ, ഒരു സാധുവിന് ഞങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടില്ല. തീർന്നില്ല, പിന്നെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നിസ്കാരമില്ലായിരുന്നു, ഒരു പാവപ്പെട്ടവനെ ഞങ്ങൾ സഹായിച്ചിട്ടില്ല. പിന്നെ ചെയ്തതെന്താ? വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, എല്ലാ തെറ്റുകുറ്റങ്ങളിലും ഞങ്ങൾ വ്യാപൃതരായിരുന്നു. കള്ളു കുടിക്കാത്തതാകുന്ന ശൈലിയില്ല. എല്ലാ ദിവസവും കള്ളു കുടിച്ചുകൊണ്ട് നിലകൊണ്ടവനാണ്, വ്യഭിചരിച്ചുകൊണ്ട് നിലകൊണ്ടവനാണ്, സിനിമ കണ്ടുകൊണ്ട് നിലകൊണ്ടവനാണ്, സീരിയല് കണ്ടുകൊണ്ട് നിലകൊണ്ടവളാണ്. ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോയിട്ടുള്ളവരാ, ഹറാമായ തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയിട്ടുള്ളവരാണ്. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, പാപികളും ദോഷികളുമായ ആളുകളോടൊപ്പം, അശ്ലീലതമാകുന്ന ജീവിതം നയിക്കുന്ന ആളുകളോടൊപ്പം സൊറ പറഞ്ഞിരുന്ന് ദുനിയാവ് ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ആഖിറത്തിന് വേണ്ടി ഞങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, ഉലമാക്കൾ ആഖിറത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വഅദ് ഞങ്ങളോട് പറയുമ്പോ ആ വഅദിന് കാതുകൊടുക്കാതെ ഞങ്ങൾ കളിച്ചും രസിച്ചും നിലകൊണ്ടവരാൻ. ഞങ്ങൾ വഅദിനൊന്നും പോയില്ല, ഒരു വഅദ് പോലും കേൾക്കാൻ ഞങ്ങൾ സന്നദ്ധരായില്ല. ആലിമീങ്ങളുടെ വാദികളെ തൃണവൽഗണിച്ചു. 10 ദിവസം ഭീമാപ്പള്ളിയിൽ മനോഹരമായ വാദ് നടന്നിട്ട് ആ വാദുകളെ ശ്രദ്ധിക്കാത്ത ഭീമാപ്പള്ളി അങ്കണത്തിലുള്ള മഹല്ലത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ വല്ലാഹി സുമ്മ വല്ലാഹി നാളെ ആഖിറത്തിൽ നിങ്ങൾക്കാണ് ഏറ്റവും വലിയ ഹിസാബ്. അതടക്കാണ് നമ്മുടെ വീട്ടിൽ ഇരുന്ന് റാഹത്തായിട്ട് പാട്ടൊക്കെ പാടി നല്ല സുഖമായിട്ടിരിക്കുക. അവിടെ നല്ല ഉറൂസ് നടക്കുന്നു. നമ്മൾ വാദിനൊന്നും പോകുന്നില്ല, ആ പരിപാടി പറ്റൂല. നമ്മൾ ദീനുമായി ബന്ധപ്പെടണം. നമ്മളല്ലേ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. ഈ മഹല്ലത്തിലുള്ള അംഗങ്ങൾ 10-25,000-ഓളം വരുന്ന കുടുംബങ്ങൾ എവിടെയാണ് നമ്മുടെ ദീനിൻ്റെതാകുന്ന കാര്യങ്ങളിൽ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തുന്നവർ? വാലിന്റെ സദസ്സുകളിൽ ആരെങ്കിലും പങ്കെടുത്തോട്ടെ, മറ്റുള്ളവർ വരട്ടെ, നമുക്ക് വേണ്ട. നമുക്ക് നേരത്തെ കടക്കണം, 10 മണിയാകുമ്പോഴേ ഉറങ്ങണം. അങ്ങനെ ശീലിച്ചു പോയി. അങ്ങനെയാണ് നമ്മുടെ ശീലം. അങ്ങനെ ഒരു ശീലം വന്നാൽ പോയില്ലേ? ഈ ഒരു 10 ദിവസം കൃത്യമായി ഒരു 2 മണിക്കൂർ മാറ്റിവെച്ച് ദീനൊന്ന് പഠിക്കാൻ, ദീനുമായി ബന്ധപ്പെടാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ ആഖിറം വലിയ പ്രയാസമാകും. നാളെ സക്കർ എന്ന് പറയുന്ന നരകം നിനക്ക് വേണ്ടിയാണ് അള്ളാഹു തയ്യാർ ചെയ്തിരിക്കുന്നത്. അള്ളാഹു മുളക്കാക്കുമാറാവട്ടെ. അത് ശ്രദ്ധിക്കണം. ഈ ഉപദേശ നിർദ്ദേശങ്ങൾ മാനിക്കാതെ ഗൗനിക്കാതെ, എനിക്കെല്ലാം അറിയാം, ഞാൻ വലിയ തികഞ്ഞ ആള് എന്ന ചിന്താഗതി തെറ്റാണ്. അത് പാടില്ല. വാത് നമ്മൾ കേട്ടിട്ടുള്ളതാണെങ്കിൽ പോലും വീണ്ടും ഇരുന്ന് കേൾക്കുക അതബോടുകൂടി. അതാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസി വേണ്ടത്. നമ്മൾ എത്ര വാത് കേട്ടതാണെങ്കിലും വീണ്ടും വീണ്ടും കേൾക്കുന്നതോട് ഹൃദയം തെളിയും. ഖുർആനിലെ കേൾക്കുന്നത്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഖുർആനിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടല്ലോ, വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളെ, മനുഷ്യർക്കുള്ള വിജയത്തിന്റെ കാറ്റലോഗായി വഴികാട്ടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതായ പരിശുദ്ധ പ്രവാചകർക്ക് നൽകിയതായ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, ഈ ഖുർആൻ നിങ്ങൾക്ക് രോഗശമനത്തിനുള്ള ഗ്രന്ഥമാണ്. അത് ഓതിക്കോ, ഓതി നിങ്ങൾ വെള്ളത്തിലൂതി കുടിച്ചോ, എന്ത് ചെയ്താലും ശിഫയാണ്, ശിഫയാൻ. വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ.
ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചാൽ, അത് ഓതിയാൽ, അത് കേട്ടുകൊണ്ടിരുന്നാൽ കാരുണ്യമാണ്, കാരുണ്യമാ. എല്ലാവിധ ഖൈർ ബറകാത്തുകൾ അല്ലാഹു നിങ്ങൾക്ക് ചൊരിയുമേ എന്നും വിശുദ്ധമായ ഖുർആൻ. ഖുർആൻ ധാരാളം പ്രാവശ്യം ഓതണം, അത് കേൾക്കണം, അതുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കണം. അത് കേൾക്കാനുള്ള സദസ്സിൽ വരണം. ഇത് വാതിന് വരാൻ വേണ്ടി ഉമ്മ മകളെ വിളിക്കുമ്പോൾ മകള് പറയും, എനിക്ക് പരീക്ഷ എടുത്തുമ്മ കുറച്ച് എഴുതാണ്ട്. അന്ന് എന്റെ പൊന്നുമോൾ ഇവിടെ തന്നെ ഇരുന്നു. വാപ്പ മകനെ വിളിക്കുമ്പോഴത്തേക്കും അവൻ പറയാണ്, ഈ കാലിന് ചെറുതായിട്ട് വേദന ഉണ്ട്, വാപ്പ വയ്ക്കോ. തള്ളയും തന്തയും മാത്രം സദസ്സിൽ, ബാക്കിയുള്ളവർ വീട്ടിൽ. അല്ലാഹ് ഹലാസ്, ആകെ ഇടങ്ങേറാവും. മക്കള് വഴിവിടച്ചു പോകാൻ അത് കാരണല്ലേ? നമ്മുടെ കൗമാര പ്രായത്തിലുള്ള ചെറുപ്പക്കാർ, യുവാക്കൾ, യുവതികൾ, അവര് വാത് കേൾക്കണ്ടേ? അവരല്ലേ ദീനുമായി ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തേണ്ടത്. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. കാരണം വരുന്ന തലമുറ ശരിയാവണമെങ്കിൽ നമ്മുടെ യുവത്വം റെഡിയാവണം. യുവത്വം റെഡിയായാൽ ഓക്കെയാണ്. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അവര് റെഡിയായ എല്ലാം റെഡിയാണ്. അടുത്ത തലമുറ നന്നാകും, മക്കള് സാലിഹീങ്ങളാകും, അവരുടെ തലമുറ നന്നാകും. അപ്പൊ യുവാക്കൾ കൃത്യമായി ജമാഅത്തുകൾ ശ്രദ്ധിക്കൽ, ക്ലാസ്സുകളിൽ പങ്കെടുക്കൽ. എല്ലാ മാസവും നമ്മുടെ സ്വലാത്ത് മജ്‌ലിസ് നടക്കുന്നുണ്ട് ഇല്ലേ? അത് ഇംഗ്ലീഷ് മാസക്കണക്ക് പ്രകാരമാണ്. അങ്ങനെയല്ലേ? വ്യാഴാഴ്ച, എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യ വ്യാഴാഴ്ച സ്വലാത്ത് മജ്‌ലിസ് നടക്കാൻ വർഷങ്ങളായി നടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് എന്തായാലും ഈ പ്രാവശ്യം 4-ാം തീയതി എന്തായാലും ഞാനും ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ നമ്മുടെ മഹലിൽ അംഗങ്ങൾ. എന്നിട്ട് വേണം അടുത്ത മാസത്തിൽ വേണമെന്നുള്ളത് തീരുമാനിക്കാം. അല്ലെങ്കിൽ അങ്ങ് നിർത്തിയേക്കാം. തന്നെ നല്ലത്. മഹലിലുള്ളവർ പങ്കെടുക്കുന്നില്ല, പിന്നെ എന്തിന്? അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അപ്പൊ 4-ാം തീയതി മഹലിലുള്ളവർ എത്ര പേരുണ്ടെന്ന് നോക്കണം. ഞാൻ എണ്ണിയിട്ടേ പോവുള്ളൂ. സുബൈ വരെ എണ്ണിയാലും കുഴപ്പമില്ലല്ലോ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ആമീൻ പറയിൻ. എല്ലാവർക്കും അള്ളാഹു ഖൈർ ബറകാത്തുകൾ ചൊരിയട്ടെ. കാരണം നമ്മുടെ മഹലിൽ ഐക്യപ്പെട്ട് നിൽക്കണ്ടേ? വിവിധ സംഘടനകൾ ഉണ്ടാകും നമ്മുടെ മഹലിൽ. പക്ഷെ ഭീമാപ്പള്ളിയുടെ വിഷയത്തിൽ നമ്മൾ ഒറ്റ മക്കളാണ്, ഒരുമിച്ച് നിൽക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നാളെ സ്വർഗത്തിൽ നമുക്ക് ഇതേപോലെ ഒരുമിക്കണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഒക്കെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അള്ളാഹു ആ ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. നോക്കൂ നിങ്ങൾ, പരിശുദ്ധമായ ഖുർആനിലാണ് അള്ളാഹു പറയുന്നത്, സഖർ എന്ന് പറയുന്ന നരകത്തിലേക്ക് ഇടപെട്ട ആളുകളോട് നിങ്ങൾ എങ്ങനെ ഇതിൽ പ്രവേശിച്ചു എന്ന ആളുകൾ ചോദിക്കുമ്പോൾ ആ നരകാവകാശികളാകുന്ന ആളുകൾ പറയാണ്, ഞങ്ങൾ നിസ്കരിക്കുന്നില്ല, ഞങ്ങൾ ദുനിയാവിൽ നിസ്കരിച്ചവരല്ല, ഞങ്ങൾ സാധുക്കളെ സഹായിച്ചവരല്ല, മറിച്ച് ഞങ്ങൾ ഇങ്ങനെ കളിച്ച് രസിച്ച് രമിച്ച് ദുനിയാവിൽ അടിച്ചു പൊളിച്ച് നടന്നവരാണ്. ഞങ്ങൾ പോകാത്ത പാർക്കില്ല, ഞങ്ങൾ പോകാത്ത മാളില്ല, ഞങ്ങൾ പോകാത്ത ബീച്ച് റോഡുകളില്ല, ഞങ്ങൾ പോകാത്ത അശ്ലീലതകളില്ല. എല്ലാ മോശപ്പെട്ട പ്രവണതകളുമായി ഞങ്ങൾ നിലകൊണ്ടു. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, ഖിയാമത്ത് നാളിനെ കളവാക്കിക്കൊണ്ട് നടന്നവരാണ്. ആളുകൾ പറയുമ്പോൾ അതൊക്കെ വെറുതെയാണ്, ഖബർ വെറുതെയാണ്. ഇപ്പൊ പുതിയ തലമുറ അങ്ങനെയാണല്ലോ. ഒന്നിനെക്കുറിച്ചും കൃത്യമായ വിശ്വാസമില്ല. ഖബറിനെ കുറിച്ച് പറയുമ്പോൾ ഭയപ്പാടില്ല, മഹ്ശറയെ കുറിച്ച് പറയുമ്പോൾ ഒരു ഭയപ്പാടില്ല, നാളെയുടെ ലോകത്തെ കുറിച്ച്, അവിടെ എങ്ങനെ എത്തിപ്പെടും, അവിടെ വിജയിക്കണ്ടേ എന്നതിനെ കുറിച്ച് പറയുമ്പോൾ നിരീശ്വരവാദികളായി, യുക്തിവാദികളായി, ഹിദായത്തിന്റെ വെളിച്ചം കെട്ട മക്കളായി നമ്മുടെ തലമുറ മാറുകയാണ്. ദീനിന് എതിരിൽ സംസാരിക്കുന്നവരായി മാറുകയാണ്. പുതിയ തലമുറ അങ്ങനെയായി മാറി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അള്ളാഹുവിനോട് തേടേണ്ട തേട്ടം ഇന്നത്തെ കാലത്ത്, യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്, വിധങ്ങൾ ചോദിച്ച ദുആ. ഹൃദയങ്ങളെ തിരിക്കുന്ന നാഥ, ദീനിൽ എന്റെ ഹൃദയത്തെ അടിയുറച്ച് നിർത്തണേ അല്ലാഹ്. ഏറ്റവും കൂടുതൽ തേടേണ്ട ദുആ. കാരണം ഇന്നത്തെ തലമുറ എങ്ങനെയാണ്? നിരീശ്വരവാദം വല്ലാതെ തഴച്ചു വളരുന്നു യുവാക്കളിൽ, യുവതികളിൽ. നിരീശ്വരവാദികളുടെ, യുക്തിവാദികളുടെ പ്രഭാഷണ ശകലങ്ങൾ കേൾക്കുന്നവരായി നമ്മുടെ മക്കൾ മാറി. വാളിനെ കേൾക്കാൻ അവർക്ക് സമയമില്ല. ദീനിൻ്റെതാകുന്ന വിഷയങ്ങൾ കേൾക്കാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടാനോ ഇന്നത്തെ തലമുറയ്ക്ക് സമയമില്ല. നിരീശ്വരവാദത്തിന് വലിയ താല്പര്യം,
യുക്തിവാദത്തോട് താല്പര്യം. അത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ കേട്ട് ജീവിതം തന്നെ ഒരു ചോദ്യചിഹ്നമായി കൊണ്ടു നടക്കുന്ന ധാരാളം യുവാക്കളുണ്ട്, യുവതികളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒരു സഹോദരൻ എന്നോടൊപ്പം ഉംറയ്ക്ക് വന്നപ്പോൾ അദ്ദേഹം സങ്കടത്തോടു കൂടി പറഞ്ഞു, എന്റെ മകൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളാണ്, നിരീശ്വരവാദമാണ്. നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ പോരാ, നിരീശ്വരവാദം മറ്റുള്ളവരിലേക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കാൻ. ഒരാൾ നിരീശ്വരവാദിയായി, മകൻ അങ്ങനെ ആകുമ്പോൾ ഒരു വാപ്പയെ സംബന്ധിച്ചിടത്തോളം എത്ര വിഷമമായിരിക്കും. നിരീശ്വരവാദിയാകുക മാത്രമല്ല, മറിച്ച് കുടുംബത്തിലുള്ളവരെയും ബന്ധുക്കൾക്കുമൊക്കെ അത്തരത്തിലുള്ള ക്ലിപ്പുകൾ അയച്ചു കൊടുത്ത് അവരെയും കൂടി ആക്കാൻ വേണ്ടി പരിശ്രമിക്കുക കൂടി ചെയ്യാൻ. അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമം. നാലിച്ച് നോക്കൊരു ഉപ്പ വന്നിട്ട് സങ്കടം പറയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിൽ എല്ലാവിധ ഖൈറു ബറക്കാത്തുള്ള നസീബാക്കട്ടെ. മക്കളെ എല്ലാം അള്ളാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ. ദീനിലേക്ക് അള്ളാഹു തിരിച്ചു കൊണ്ടുവന്ന് അനുഗ്രഹിക്കട്ടെ. എന്താ ഈ പറയുന്നത്? അല്ല ഇല്ല എന്ന് പറയുന്ന, അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്ന ഒരു തലമുറയായി നമ്മുടെ തലമുറ മാറുന്ന ഒരു ലോകം, ദീനിൽ ഇസ്ലാമിനെ പരിപൂർണമായി ഒഴിവാക്കുന്ന ഒരു ലോകം, അങ്ങനെ ഒരു കാലത്തേക്ക് നമ്മുടെ സമൂഹം മാറുകയാണ്. അപ്പൊ പുതിയൊരു സൂഫി ഇസ്ലാമിക് ബോർഡ് ഈ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് വന്നു. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. നമ്മൾ ഭീമാവുമ്മയുടെ ചാരത്തേക്ക് വരുന്നത് അവരുടെ സൂഫിസം കണ്ടിട്ടാണ്. അവർ ദീനി ദഅവത്തുമായി ബന്ധപ്പെട്ട് ജീവിതം നയിച്ച് ആതുര സേവന രംഗത്ത് നിസീമമായ സേവനമനുഷ്ഠിച്ച് ജനങ്ങൾക്ക് വരുന്നതാകുന്ന ആളുകളുടെ ദുആ ചെയ്ത് അവരുടെയൊക്കെ മുഴുവൻ മുറാദുകളും ഹാസിലാക്കി കൊടുത്ത് ജനങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചതാകുന്ന മഹിള, അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ഇന്നലെ കിളിർത്ത മഴയ്ക്ക് വന്നതും മരണപ്പെട്ടു പോയവരുമല്ലവർ, ഹിജറ 800 കാലഘട്ടത്തിൽ വന്നവരാണവർ. ഇന്നും അവരെ കുറിച്ച് അറിയാത്ത ഏതെങ്കിലും ഇന്നലെ കിളിർത്ത മഴയ്ക്ക് വന്നതാകുന്ന ഒരു സഹോദരിയായിട്ട് പെണ്ണായിട്ട് കണക്കാക്കി അവരെ കുറിച്ച് ആവശ്യമില്ലാത്ത അപവാദങ്ങൾ എഴുതി വരുന്ന ബിദ്അത്തിന്റെ ആളുകളോട് ശക്തമായ നിലയിൽ ഭീമാപ്പള്ളിയിലെ ഇമാം എന്ന നിലയിൽ പറയുന്നു, നിങ്ങൾ ഭീമാപ്പള്ളിയിലെ ഉമ്മയെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവണം, അവരെ കുറിച്ച് മനസ്സിലാക്കാൻ തയ്യാറാവണം, അവരാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ വന്നിരിക്കുന്നതാകുന്ന ആയിരക്കണക്കിന് പുരുഷാരവും ഈ മറക്കപ്പുറത്തിരിക്കുന്നതാകുന്ന ആയിരക്കണക്കിന് വിശ്വാസിനികൾക്ക് സാന്ത്വനത്തിന്റെ സമാധാനത്തിന്റെ ശാശ്വത തീരം നിർത്തവരാണവർ. എത്ര ആളുകളാണ് ഇരിക്കുന്ന ഓരോരുത്തർക്കും അവരിലൂടെ ലക്ഷ്യങ്ങൾ മുറാദുകൾ ഹാസിലായ എത്രയോ ചരിത്രങ്ങൾ പറയാനുണ്ട്. ഈ ഭീമാപ്പള്ളിയുടെ അങ്കണത്തിൽ തന്നെ ജീവിച്ച് മരണപ്പെട്ടു പോയ എത്രയോ സാലിഹീങ്ങളുണ്ട്. അവരൊക്കെ ഇവരുടെ പൊരുത്തം കാംക്ഷിച്ച് ജീവിച്ചവരാണ്. ഈ ഭീമാപ്പള്ളിയുടെ തന്നെ മഹല്ലത്തിൽ ഇന്നും ആയിരക്കണക്കിന് ഉലമാക്കൾ നല്ലതുപോലെ ദീൻ പഠിച്ചിട്ടുള്ള ദറസുകളിൽ 10 കൊല്ലവും ശേഷം 2 കൊല്ലം വിവിധങ്ങളാകുന്ന കോളേജുകളിൽ പോയി ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്തിട്ടുള്ള സമുന്നതരാകുന്ന ആലിമീങ്ങൾ ഭീമാപ്പള്ളിയുടേതാകുന്ന മക്കളുണ്ട്. അവർക്കൊക്കെ തന്നെ ഈ ഉന്നതമായ തലത്തിലേക്ക് എത്താൻ ഈ വിലായത്തിൻ്റെതാകുന്ന മഹദി സാധ്യമായി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഈ ഭീമാപ്പള്ളിയുടെ പരിസരത്ത് വസിക്കുന്ന വിശ്വാസിനികൾക്ക് മാത്രമല്ല, ദക്ഷിണേന്ത്യയിലുള്ളതാകുന്ന മുഴുവൻ ജനങ്ങൾക്കും അവരുടെ ഏക ആശ്രയമായി ഈ മഖാമിലേക്ക് ഉറൂസിന്റെ സമയത്തും അല്ലാത്ത സമയത്തും ഇവിടേക്ക് ജനലക്ഷങ്ങൾ ഒഴുകി വരാനുള്ള കാരണം ഇന്നലകളിലും ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ആയി എത്ര ആളുകളാണ് ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്. രാവും പകലുമായിട്ട് മഖാമിൽ വന്ന് സിയാറത്ത് ചെയ്യാൻ അനുദിനം ജനങ്ങളുടെ വർധനവ് കൂടി വരികയാണ്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ജനവൃക്ഷങ്ങൾ നമ്മുടേതാകുന്ന കേരളത്തിൽ നിന്ന് മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, തമിഴ്നാടിൽ നിന്നും കർണാടകയിൽ നിന്നടക്കം എത്രയോ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട്, ഗൾഫിൽ നിന്ന് പോലും ലീവ് എടുത്തുകൊണ്ട് ഉറൂസിൻ്റെതാകുന്ന സമയത്ത് കൃത്യമായി ഇവിടെ വന്നുകൊണ്ട് മഹദി അവരുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് സിയാറത്ത് ചെയ്ത് മടങ്ങുന്ന എത്രയോ സാലിഹീങ്ങളുണ്ട്. എന്തുകൊണ്ട്? അവർക്കൊക്കെ അവരുടെ മുറാദുകൾ ഈ മഖാമിലൂടെ പരിപൂർണമായി ഹാസിലായിട്ടുണ്ട്. ഇതിനെ എതിർക്കുന്നവർക്ക് അങ്ങനെയാണല്ലോ. അള്ളാഹിനെ തന്നെ എതിർത്ത് നടക്കുന്ന ആളുകളുണ്ട്. പ്രവാചകരുടെ നിസാരനാണ് നബി തങ്ങൾ ഒരു സാധാരണക്കാരൻ എന്ന് പറയുന്ന ആളുകളാണ് ഈ വിദേഹത്തിന്റെ ആളുകൾ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നെ ഒരു സുഹൃത്ത് കാണിച്ചു. എന്നാണ് കാണിച്ചത്? വായിച്ചു നോക്കിയപ്പോൾ ഉണ്ട്, ഭീമാപ്പള്ളിയിൽ പുതിയ ഇമാമ് വന്നിരിക്കുന്നു, ഭീമാപ്പള്ളിയിലെ പൂജാരി എന്ന്. എന്നെ കുറിച്ച് അൽഹംദുലില്ലാ വളരെ ഖൈർ, അള്ളാഹു കബൂലാക്കട്ടെ. എന്നെ കുറിച്ച് എഴുതിയിരിക്കുക ചീഫ് ഇമാം അല്ല, പിന്നെ ആരാണ്? ചീഫ് പൂജാരിയാണ്. ആയിക്കോട്ടെ, അതിനെനിക്കെന്തോ അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇന്നുവരെ ഭീമാപ്പള്ളിയുടെ ചരിത്രത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ആർക്കും നൽകിയിട്ടുണ്ടാവൂല ഒരു സ്ഥാനപ്പേര്. അങ്ങനെ ഒരു സ്ഥാനപ്പേര് കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആരാ ഇത് എഴുതി വിടുന്നത്?
അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ അത്തരത്തിലുള്ളതാകുന്ന ആളുകൾ പറയുന്നതിനെ കുറിച്ച് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മിമ്പറിൽ കയറിയിരുന്ന് പച്ച മലയാളത്തിൽ പ്രവാചകർ ചെയ്യാത്തതാകുന്ന കാര്യം നടത്തിക്കൊണ്ട് പ്രസംഗിക്കുന്നതാകുന്ന ബിദ്അത്തിന്റെ ആളുകൾ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെയുള്ളവർ പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പറയണം, നിങ്ങൾ പറയാന്നുള്ളതാണ് എന്റെ ദൗത്യം. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, മനസ്സിലാക്കണം. അതുകൊണ്ട് ഭീമാപ്പള്ളിയിലുള്ളതാകുന്ന ജനങ്ങളെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുത്തിക്കളയാമെന്ന് ഏതെങ്കിലും ബിദ്അത്തിന്റെ ആളുകൾ വാറോലകളിലൂടെ കരുതുന്നുണ്ട് എങ്കിൽ അവർ വിഡ്ഢികളുടേതാകുന്ന സ്വർഗത്തിലാണെന്ന് ആയിരങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളൂ. ഭീമാപ്പള്ളിയിലെ ജനങ്ങളെ അങ്ങോട്ട് ഇരുത്തിക്കളയാ, അവരെ അങ്ങോട്ട് അരികുവൽക്കരിക്കുക. അവര് കടപ്പുറത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു വർത്തമാനം പറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റിയിരുത്തിയിട്ടോ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടോ അങ്ങോട്ട് ഇരുത്തിക്കളയാന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. കാരണം ഞങ്ങൾ മുറുകെ പിടിക്കുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശാണ്. അതിന് ഞങ്ങളെ ആരെ നിങ്ങൾ പഠിപ്പിക്കണ്ട. ഞങ്ങൾക്കൊക്കെ ഒരു തായ്വഴിയുണ്ട്, അസിലുണ്ട്. തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി എന്റെ ഉമ്മയുടെ വാപ്പയാണ്. എന്റെ വാപ്പ കോട്ടയമേക്ക് മർഹൂം സാലിഹ് മൗലവി അഹ്ലുസുന്നയ്ക്ക് വേണ്ടി നിലകൊണ്ട വ്യക്തിയാണ്. നിങ്ങൾക്ക് പറയാൻ അസിലുണ്ടാവൂല. വാപ്പായെ പറയുമ്പോ ഏതാ കോലത്തിലെന്ന് അള്ളാഹു ആലം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ അസിലില്ലാത്തവൻ അതിനനുസരിച്ചുള്ള വർത്തമാനം പറയും. പറഞ്ഞോട്ടെ, അതിനൊന്നും ഒരു വിഷയമല്ല. പക്ഷെ നാട്ടുകാരെ സമൂഹത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ അരികുവൽക്കരിക്കാം. ഈ നാട്ടുകാർ മുഴുവനും കുബൂരികളാണ്, ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന ആളുകളാണെന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തുന്നതാകുന്ന വർത്തമാനം പറയുന്നതാകുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ശക്തമായവർക്കെതിരിൽ ആഞ്ഞടിക്കുകയാണ്. ഒരിക്കലും അത് പറയാൻ പാടില്ല. ഒരു മോമിനിന് ചേർന്നതല്ലല്ലോ അങ്ങനെയുള്ള വാക്ക്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഞാനാണ് ശരി, ബാക്കിയുള്ളവർ മുഴുവൻ തെറ്റ്, അങ്ങനെ എഴുതി വിടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കപടതയുടെ മുഖമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നാളെ മഹ്ശറിൽ നമ്മളൊക്കെ ചെന്ന് നിൽക്കാനുള്ളതാണ്. ഒരു അമല് കൊണ്ടും ഒരാളും രക്ഷപ്പെടാൻ പറ്റൂല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് ദീന ഒഴിവാക്കി നടക്കുന്ന മനുഷ്യൻ നാളെ നരകത്തിലേക്ക് എത്തുമ്പോ സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളുകളെ കണ്ടിട്ട് നരകാവകാശികൾ നരകത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയും, നിങ്ങൾക്ക് കിട്ടിയതാകുന്ന സ്വർഗീയ വിഭവങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തരുവോ? ഒരല്പം വെള്ളം തരുവോ? അല്പം ഭക്ഷണം തരുവോ? അള്ളാഹ് ചോദിക്കാൻ. നാളെ ചോദിക്കുന്ന രംഗം അള്ളാഹു എടുത്തു പറയാൻ. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ കാക്കുമാറാവട്ടെ. ഇവിടെ ആളുകളെ കളിയാക്കി ജനങ്ങളെ തേജോവധം ചെയ്ത് കളിച്ചും രസിച്ചും രമിച്ചും പ്രവാചകരെ നിന്ദിച്ചും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ളതാകുന്ന മഹത്തുക്കളെ ഔലിയാക്കളെയൊക്കെ കരിവാരി തേച്ചും സോഷ്യൽ മീഡിയയിൽ എഴുതി വിട്ടിട്ട് നാളെ പോയി കടക്കാമെന്ന് നീ കരുതണ്ട. നാളെ കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ കടന്നുകൊണ്ട് ചില ആളുകൾ സ്വർഗാവകാശികളോട് തേടുന്ന തേട്ടം അല്ലാഹു ഖുർആനിൽ പറയാണ്. വനാദാ അസ്ഹാബൽ ജന്ന അസ്ഹാബൻ നാർ വനാദാ അസ്ഹാബൻ നാർ അസ്ഹാബൽ ജന്ന അൻ അഫീളു അലൈനാ മിനൽ മാ അൻ അഫീളു അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരെ പഠിപ്പിക്കുകയാണ്. കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകകുണ്ടാരത്തിലേക്ക് ദുനിയാവിൽ അടിച്ചു പൊളിച്ച് നടന്നതാകുന്ന മനുഷ്യരില്ലേ, ഔലിയാ തേജോവധം ചെയ്തുകൊണ്ട് നടന്നതായ ആളുകളില്ലേ, കള്ളു കുടിച്ചുകൊണ്ട് നടന്നവരില്ലേ, പ്രവാചകന്റെ തിരുസുന്നത്തുകളെ വലിച്ചെറിഞ്ഞുകൊണ്ട് നടന്നതായ ആളുകളില്ലേ, നമസ്കരിക്കാതെ നടന്നതായ ആളുകളില്ലേ, ഇബാദത്തുകളെ ശ്രദ്ധിക്കാത്തതായ നടന്നതായ ആളുകളില്ലേ, ആ നരകാവകാശികൾ നാളെ സ്വർഗത്തിൽ കടന്നതായ ആളുകളെ കാണുമ്പോ അവരെ കണ്ടുകൊണ്ട് വിളിച്ചു ചോദിക്കുകയാണ്, മിനൽ മാ
അല്ലയോ സ്വർഗാവകാശികളെ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന സ്വർഗത്തിൻ്റെതാകുന്ന മനോഹരമായ വെള്ളത്തിൽ നിന്ന് അല്പമൊന്ന് ഞങ്ങളുടെ ശരീരത്തിലേക്കൊന്ന് ചൊരിഞ്ഞു തരുമോ? വല്ലാത്ത ചൂടിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ്. ഔ മിമ്മാ റസഖകുമുല്ലാഹ്, ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതായ വിഭവങ്ങളില്ലേ, സ്വർഗീയ ആസ്വാദനങ്ങളില്ലേ, അതിൽ നിന്ന് അല്പം എന്തെങ്കിലും ഞങ്ങൾക്ക് തരുമോ എന്ന് നരകാവകാശികൾ സ്വർഗാവകാശികളോട് വല്ലാതെ കേണപേക്ഷിച്ചുകൊണ്ട് ചോദിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഫഖാലൂ സ്വർഗാവകാശികൾ ഉടനെ നരകാവകാശികളോട് വിളിച്ചു പറയുകയാണ്, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. ഈ ദുനിയാവിൽ പടച്ചറപ്പിന്നതാകുന്ന ദീനിനെ വിറ്റ് ജീവിച്ചതായ ആളുകളല്ലേ, ആവശ്യമില്ലാത്ത വാറോലുകളുമായി നടന്നവരല്ലേ, സിനിമ കണ്ടുകൊണ്ട് നടന്നവരല്ലേ, സീരിയല് ദർശിച്ചുകൊണ്ട് നടന്നവരല്ലേ, ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോയവരല്ലേ, കാതുകളെ കൊണ്ടുപോയതാകുന്ന ആളുകളല്ലേ, ദീനിനെ നിരക്കാത്ത പ്രവണതയുമായി നിലകൊണ്ടിട്ടുള്ളതായ മനുഷ്യരല്ലേ, മാനവരല്ലേ. നിങ്ങൾ നരകത്തിലേക്ക് കടക്കാനുള്ള കാരണം അത്തരത്തിലുള്ളതാകുന്ന ദീനിൻ്റെതാകുന്ന ആദർശം മറുകെ പിടിക്കാതെ പരിപൂർണമായി കളവാക്കി നടന്നവരല്ലേ, ദീനിനെ നിഷേധിച്ചുകൊണ്ട് നടന്നവരല്ലേ. നിങ്ങൾക്ക് അല്ലാഹു ഈ സ്വർഗീയമാകുന്ന വിഭവങ്ങൾ ഹറാമാക്കിയിരിക്കുകയാണ്. ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. നിഷേധികളായി, യുക്തിവാദികളായി, നിരീശ്വരവാദികളായി ദീനിന്റെ ആദർശത്തിനെതിരിൽ നടന്നതാകുന്ന ആളുകളല്ലേ, നിങ്ങൾക്ക് കുടിനീരില്ല, നിങ്ങൾക്ക് ഭക്ഷണവും ഇല്ല, പൊയ്ക്കോ എന്ന് പറഞ്ഞ് സ്വർഗാവകാശികൾ ആട്ടി ഓടിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയാണ്, അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ആഖിറത്തിൽ ഏറ്റവും വലിയ അദാബ് ഉണ്ടാവുക ആവശ്യമില്ലാത്ത ഫനായും വസാദ് പറഞ്ഞു നടക്കുന്നവരാണ്. വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. എന്തിന് ഈ ദുനിയാവിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കണം? കുറഞ്ഞ ജീവിതയുള്ളൂ, ആകെ 60-70 വയസ്സുള്ള ജീവിതം. അവരെ കുറിച്ച് ദൂഷണം പറഞ്ഞ് പരദൂഷണത്തിൽ ഏർപ്പെട്ട് ഏഷണി പറഞ്ഞ് ഭീഷണി പറഞ്ഞ് വർഗീയതപരമായി ജീവിതം നയിക്കുന്ന മനുഷ്യൻ എന്തിന്? അതൊരു സത്യവിശ്വാസിക്ക് ചേർന്നതല്ലല്ലോ. ആരെങ്കിലും തീവ്രവാദത്തിലേക്ക്, ഭീകരവാദത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വലൈസ മിന്നാ മൻ ഖാതല അലാ സബിയ. തീവ്രവാദത്തിന്റെ മേൽ, ഭീകരവാദത്തിന്മേൽ യുദ്ധം ചെയ്ത് ചാവേറായി നിലകൊണ്ട് അവരെ അപഹരിക്കാൻ വേണ്ടി നിലകൊള്ളുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് മുഹമ്മദ് മുസ്തഫ. വലൈസ മിന്നാ മൻ മാത അലാ സബിയ. തീവ്രവാദിയായി, വർഗീയവാദിയായി, ഭീകരവാദിയായി ജീവിച്ച് അതിന്മേൽ തന്നെ മരണപ്പെട്ടു പോകുന്നതാകുന്ന ഏതെങ്കിലും ഒരു മുഅ്മിൻ അവൻ സത്യവിശ്വാസിയാണെന്ന് പറയരുത്. അവൻ നമ്മളിൽ പെട്ടവനല്ല, മുഅ്മിനല്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പറഞ്ഞാൽ എന്താ അർത്ഥം? അമുസ്ലിമീങ്ങളാകുന്ന ആളുകളോട് വരെ സ്നേഹസമസ്രണമാകുന്ന പെരുമാറ്റത്തിലൂടെ ജീവിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. പിന്നെ എങ്ങനെ മുസ്ലിമിനെ കുറിച്ച് തന്നെ നീ ആവശ്യമില്ലാത്ത പറയുക? അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. ചെറുപ്പക്കാരാ, സഹോദരാ, സഹോദരി, അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ചെറുതല്ല. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹു അനുഗ്രഹങ്ങളെ പറ്റി പ്രത്യേകമായി ചോദിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. قال رسول الله صلى الله عليه وسلم إن أول ما يسأل العبد يوم القيامة عن النعيم. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ, അല്ലാഹുവിന്റെ കോടതിയിൽ, ചെറുപ്പക്കാരാ, സഹോദരാ, സഹോദരി, അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റി ചോദിക്കുകയാണ്.
അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്? കോടാനുകോടി അനുഗ്രഹങ്ങൾ. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, രണ്ട് മനോഹരമാക്കപ്പെട്ട കണ്ണുകൾ നാം അവന് നൽകിയില്ലയോ? രണ്ട് ചുണ്ടുകൾ നാം അവന് കൊടുത്തില്ലയോ? അള്ളാഹുവിനെ ദിക്ർ ചൊല്ലാൻ വേണ്ടി ഒരു മനോഹരമായ നാവിനെയും അള്ളാഹു സമ്മാനിച്ചില്ലയോ? നോക്കൂ നിങ്ങൾ, അള്ളാഹു ചോദിക്കുന്നു രണ്ട് കണ്ണുകളെ പറ്റി. രണ്ട് കണ്ണ് അള്ളാഹു നൽകിയില്ലേ? കണ്ണിന് കാഴ്ചയില്ലാതെ വന്നാലുള്ള അവസ്ഥ എന്താണ്? അള്ളാഹു നമ്മുടെ കാഴ്ചശക്തി പൂർവാധികം ഭംഗിയായി നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും വലിയ അനുഗ്രഹഫിയത്ത് ഒരാൾക്ക് ഈമാൻ പുൽകാൻ കഴിഞ്ഞാൽ പിന്നെ അയാൾക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ആഫിയത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ശരീരത്തിന്റെ സൗഖ്യം അത് പോയാ പോയില്ലേ? ഇപ്പൊ ഈ മജ്‌ലിസിൽ നിങ്ങളൊക്കെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ മണൽപ്പരപ്പിൽ ഇരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കിയത് അതിനുള്ള ഒരു ആഫിയത്തുള്ളത് കൊണ്ടാണ്. ഒരുപാട് ആളുകൾ നിൽക്കുന്നു, പലർക്കും ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം മുട്ട് വിളക്കാൻ പ്രയാസാണ്, ഇരിക്കാൻ പ്രയാസാണ്, മണലിൽ ഇരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, കസേര ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കുറച്ച് കസേര ഇടണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. വേണ്ടേ? ഇൻഷാ അല്ലാഹ് പറയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. കുറച്ച് കസേരയെങ്കിലും. കാരണം ഈ പ്രായമുള്ള ഒരുപാട് പേരുണ്ട്, ഉമ്മമാരും ഉണ്ട്. അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്, കുറേ നേരം നിൽക്കുക ബുദ്ധിമുട്ടാണ്, ഇരിക്കാൻ വേണ്ടി കസേര വേണമല്ലോ. മുട്ടൊക്കെ വളച്ച് നിലത്തിരിക്കൽ വളരെ പ്രയാസമുള്ളവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് തരട്ടെ. അസ്ലം ബാക്കി ഉസ്താദൊന്നും പിന്നെ കുഴപ്പമില്ല, അവരൊക്കെ പിന്നെ രണ്ടാലും നിസ്കരിക്കുന്ന ആളുകളായതുകൊണ്ട് വിഷയമില്ല. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നസീബാക്കുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാരെല്ലാം അള്ളാഹു സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. അപ്പൊ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആഫിയത്ത്, ശരീരത്തിന്റെ സുഖം, സൗഖ്യം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും മർമ്മപ്രധാനമാണ് കണ്ണിന്റെ കാഴ്ച. അതുകൊണ്ട് എടുത്തു ചോദിക്കുന്നു അല്ലാഹു, അലം നജഅൽ ലഹു ഐനൈനി, രണ്ട് മനോഹരമായ നയനങ്ങളെ നാം നിങ്ങൾക്ക് നൽകിയില്ലേ? വലിസാനൻ, നാവും നൽകി. വശഫതൈനി, രണ്ട് മനോഹരമായ ചുണ്ടും അല്ലാഹു നൽകി. നോക്കൂ നിങ്ങൾ, അല്ലാഹു കണ്ണു പറഞ്ഞു, ചുണ്ട് പറഞ്ഞു, നാവും പറഞ്ഞു. ഈ ചുണ്ടിന്റെയും നാവിന്റെയും ഇടയിലൊരു സംഗതിയുണ്ട്. ഏതാണത്? എന്താണ്? പല്ല്. പല്ല് പല്ല് ഇൻഷുറൻസ് കിട്ടുന്ന സാധനമാണ്. പക്ഷെ അള്ളാഹു പല്ല് പറഞ്ഞില്ല. എന്താ കാരണം? കുഴിമന്തി കഴിക്കലല്ല വലിയ സംഭവം. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഭീമാപ്പള്ളിയുടെ പരിസരത്ത് 59 രൂപയ്ക്ക് വരെ എന്ത് കൊടുക്കുന്നുണ്ട്? ഇസ്മായിലെ, നമ്മുടെ കച്ചവടക്കാർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും അള്ളാഹു സന്തോഷവും ബർക്കത്തും അള്ളാഹു ഏറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. അവരൊക്കെ പ്രതീക്ഷ വെക്കുന്നത് തന്നെയാണല്ലോ. ഈ ഒരു സമയത്ത് ആളുകൾ വരുന്നു, അവർക്കെല്ലാവർക്കും വെള്ളം എത്തിച്ചു കൊടുക്കുക, ചായ കൊടുക്കുക, വലിയ ഒരു ആ ഒരു ലക്ഷ്യം തന്നെയുണ്ട്. വലിയ നിയത്തിലാണ് അവരൊക്കെ. അള്ളാഹുരുടെ ഒക്കെ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ഐശ്വര്യം അള്ളാഹു നസീബാക്കുമാറാവട്ടെ. ഇപ്പൊ അതാണ് ട്രെൻഡ് അല്ലേ? മസ്കാബൺ അല്ലേ? കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ല. ഇപ്പൊ എല്ലാവരും ഇത് കഴിച്ചിട്ടിരിക്കുന്നു. കഴിച്ചവരൊന്ന് കൈ ഉയർത്തിക്ക് നോക്കട്ടെ എത്ര പേരുണ്ട്. കള്ളം പറയുന്നവർ കൈ ഉയർത്താൻ തന്നെ മടിക്ക്. ആരുമില്ലേ? ആകെ 2 പേരുള്ള. ഒന്നുകൂടി ഒന്ന് കൈ ഉയർത്തിക്ക് നോക്കട്ടെ എത്ര പേരുണ്ട്. അള്ളാഹു ആ കൈ ഉയർത്തി വെക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. എല്ലാവിധ ഐശ്വര്യവും നീ നസീബാക്കണേ റഹ്മാൻ. ഒന്നുകൂടി ഒന്ന് ഉയർത്തിക്ക് എത്ര പേരുണ്ട് നോക്കട്ടെ. കണ്ട, ഇപ്പൊ കൈയുടെ എണ്ണം കൂടി. അതൊക്കെ ദുആ കിട്ടുന്നുണ്ടല്ലോ. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എന്തിനാ ഞാൻ വെറുതെ ഒരു ചോദിച്ചെന്നുള്ളൂ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ളതാകുന്ന ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല ദുനിയാവ്. അത് ആവശ്യമാണ്. മനുഷ്യൻ അള്ളാഹുവിന് ഇബാദത്തെടുക്കാൻ ഉപകരിക്കുന്ന ഭക്ഷണം കഴിക്കണം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ പറഞ്ഞപ്പോ പല്ല് പറയാതെ അതിന്റെ അപ്പുറവും ഇപ്പുറവുമുള്ള 2 വസ്തുക്കൾ പറഞ്ഞു. 2 ചുണ്ട്, വശഫതൈൻ. അതോടൊപ്പം തന്നെ എന്ന് പറഞ്ഞു? വലിസാനൻ, നാവും പറഞ്ഞു. എന്താ കാര്യം? അള്ളാഹുവിന് കാണേണ്ടതാകുന്ന ദുന്യവിന്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ ഈ കണ്ണുകൊണ്ട് കണ്ട് അതൊക്കെ മനസ്സിലാക്കി ഈ നാവും ചുണ്ടും ചലിപ്പിച്ച് അള്ളാഹുവിന് ദിക്ർ ചൊല്ലാനാണ് ഒരു മോമിൻ തുനിയേണ്ടത്. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതാണ് നമ്മുടെ കടമ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല്ല് പറയാതെ ചുണ്ടും നാവും പറഞ്ഞു. മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. കണ്ടില്ലേ? നമ്മളിപ്പോ വലിയ ഒച്ചയിട്ട് ദിക്ർ ചെല്ലണമെന്നില്ലല്ലോ. ദിക്ർ പതുക്കെ ചെല്ലുക. സുബ്ഹാനല്ലാഹി 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 സുബ്ഹാനല്ലാഹി.
നമ്മൾ ദിക്ർ എത്ര ചെല്ലുക? നിസ്കാരത്തിന് ശേഷം ഒരു 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ, 33 അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 10 ഒക്കെ ദിനേന ചൊല്ലി വരികയാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതുകൂടാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കുന്നവർ, സ്വലാത്ത് അധികരിപ്പിക്കുന്നവർ, ലാ ഹൗല അധികരിപ്പിക്കുന്നവർ, യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ർ ചൊല്ലുന്നവർ, മറ്റ് അനവധി നിരവധി ദിക്റുകൾ, വിർദുൽ ലത്തീഫ് അടക്കമുള്ളതാകുന്ന ദിക്റുകളെ ദിനേന പതിവാക്കുന്നവർ, യാസീൻ ഓതുന്നവർ, സൂറത്തുൽ മുൽക്ക് ഓതുന്നവർ, ഹദ്ദാദ് പതിവാക്കുന്നവർ, സൂറത്തു സദദ് ഓതുന്നവർ, സബഉൽ മുൻജിയാത്ത് എന്നറിയപ്പെടുന്ന സൂക്തങ്ങൾ പാരായണം ചെയ്യുന്നവർ, ഇങ്ങനെ ധാരാളം ഔറാദുകൾ നിത്യമാക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ വളരെ രഹസ്യമായി ചെയ്യുന്നവരുണ്ട്, ചിലതൊക്കെ പരസ്യമായി ചെയ്യേണ്ടതുകൊണ്ട് ഹദ്ദാദ് റാത്തീബ് പള്ളികൾ നടക്കുന്നതാണ്. അതിൽ സജീവമായി പരസ്യമായി നടക്കുന്ന മജ്‌ലിസായതുകൊണ്ട് പരസ്യമായി തോതേണ്ടതുണ്ട്. ഇതിലൊക്കെ ഭാഗമാക്കാകൽ ഇതൊക്കെ റബ്ബ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കലാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ആഫിയത്ത് അതൊരു നിസ്സാര വിഷയമല്ല. ഈ അനുഗ്രഹങ്ങളൊന്നും ചെറുതല്ല. ഇതിനെക്കുറിച്ചൊക്കെ നാളെ ചോദിക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വീട്ടിൽ നിന്ന് വിശപ്പിന്റെ കാഠിന്യത്താൽ പുറത്തേക്ക് ഇറങ്ങുകയാണ്. രാത്രി സമയമാണ്. അതാ പ്രവാചകർ ഇറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാകുന്ന ചാരത്തേക്ക് സ്വഹാബിയായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും കടന്നു വരുന്നുണ്ട്. മറ്റൊരു വഴിയിലൂടെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. 3 പേരെയും ഒരേ രാത്രിയിൽ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയതാകുന്ന വസ്തു കഠിനമായ വിശപ്പാണ്. ഈ 3 പേരെയും, അല്ലാഹുവിന്റെ റസൂലിനെയും അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയും അതാ ഒരു സ്വഹാബി വര്യനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. മാഷാ അല്ലാഹ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി നിലകൊള്ളുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ അബൂബക്കറേ, ഉമറേ, ثم لتسألن يومئذ عن النعيم. ഈ വിശപ്പ് മാറ്റിയതാകുന്ന അല്ലാഹു ഈ വിശപ്പിൻ്റെതാകുന്ന കാഹളമുണ്ടായപ്പോ അതിന്റെ വിളിയാളം വന്നതാകുന്ന സമയത്ത് റബ്ബിന്റെ സഹായത്താൽ നമ്മളെ വിരുന്നൂട്ടിയതാകുന്ന ഈ സൽക്കാരം നടത്തിയതാകുന്ന ഈ മനുഷ്യനിലൂടെ അല്ലാഹു നമുക്ക് വിശപ്പ് മാറ്റി തന്നല്ലോ. നാളെ റബ്ബിന്റെ ദർബാറിലേക്ക് എത്തുമ്പോ ഈ ഒരു അനുഗ്രഹത്തെ പറ്റി അല്ലാഹു ചോദിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ثم لتسألن يومئذ عن النعيم. ആലോചിച്ചു നോക്കണേ, നാളെ അല്ലാഹുവിന്റെ ദർബാറിലെത്തുമ്പോ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുമ്പോ വിശപ്പിന്റെ കാഹളത്താൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതാകുന്ന മുത്തുനബിയും അവിടുത്തെ പ്രിയപ്പെട്ട അനുചരന്മാരും ഒരനുയായി കൊണ്ടുപോയി ആ ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടൊന്ന് വിരുന്നൂട്ടിയപ്പോ റസൂലുള്ളാഹി പറയുകയാണ്, ഈ വിശപ്പ് അല്ലാഹു ശമിപ്പിച്ചതിന്റെ പേരിൽ ഇതൊരു വലിയ അനുഗ്രഹമാണ്. നാളെ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ ഇതിനെക്കുറിച്ച് ചോദ്യമുണ്ടാകുമേ അബൂബക്കറേ, ഇതിനെക്കുറിച്ച് അല്ലാഹുവിന്റെ മുന്നിൽ ചോദ്യമുണ്ടാകുമേ ഉമറേ, മറക്കല്ലേ ഉമറേ. നമ്മളിവിടെ ലക്ഷങ്ങൾ പൊടിച്ചു കളയാണ്. കാശിനൊന്നൊരു വിഷയമല്ല, ലാഭിശാക്കിയിട്ട് കളയാണ്. എവിടെയൊക്കെ വേണമെങ്കിലും ടൂർ പോകാണ്, കറങ്ങാണ്, ഇങ്ങനെ രാവും പകലും ഓടി നടക്കാൻ. ചെറുപ്പക്കാരുടെ കയ്യിലൊക്കെ നല്ല കാശാണ്. കാശില്ലാത്തവർ വളരെ കുറവാണ്. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങൾ ചേർക്കട്ടെ. പക്ഷെ ഈ കാശ് ഉണ്ടാക്കുന്ന വഴിയും കാശ് ചെലവഴിക്കുന്ന മാർഗവും നാളെ അല്ലാഹുവിന്റെ ദർബാറിൽ ചോദ്യം ഉണ്ടാവും. ആരെങ്കിലും 10 പേരെ ഇടിച്ചിട്ടിട്ട് കൊട്ടേഷൻ പരിപാടി നടത്തിയിട്ടുണ്ടാക്കുന്ന കാശ്, കൗമാരപ്രായം ചെറുപ്പക്കാർ ശ്രദ്ധിച്ചോ, നാളെ ആഖിറത്തിൽ വലിയ ഹിസാബാ. ഇന്നിപ്പോ ആരാ കൊട്ടേഷൻ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത്? 16 വയസ്സുള്ളവൻ, 10-20 വയസ്സുള്ളവനൊക്കെയാണ് ഗുസ്തിക്കാരൻ, മണവാളൻ കണ്ടില്ലായിരുന്നു. അവസാനം ഇടി കിട്ടിയപ്പോ പിന്നെ അവനെ കാണുന്നില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
ചെറുപ്പക്കാരായ ആളുകളാണ് ഭയങ്കര ഗുസ്തിയായിട്ട് ഇറങ്ങുന്നത്. ചെറിയ മക്കള്, ചെറിയ കുട്ടികൾ, വാപ്പയുടെ പ്രായം, വല്യപ്പയുടെ പ്രായമുള്ളതാകുന്ന ആളുകളെ കൊന്നുകളയാൻ വേണ്ടി തയ്യാറാകുന്ന കാലഘട്ടം. ഒരു മടിയില്ല. കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണ്. ഇവന്റെ ഉള്ളിൽ കിടക്കുന്ന കഞ്ചാവാണ് ഇവനെ നയിക്കുന്നത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ലഹരിക്കടിമപ്പെടുന്ന യുവത്വം.